പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ അഞ്ജനയുടെ തെളിവുകൾ കമ്മീഷണറെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഓഫീസ് കാര്യത്തിനു വേണ്ടി മനു അഞ്ജനയെ ഫോൺ ചെയ്തതിനെ തുടർന്ന് അഞ്ജന മല്ലികയുടെ ബെയിലിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും മനുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കമ്പനിക്ക് വേണ്ടി ചാനലുകളിൽ പരസ്യം നൽകിയിട്ടുണ്ട് എന്നും അതെല്ലാം നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് മല്ലികയെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യമായിട്ടാണ് താൻ ജയിലിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം മല്ലിക പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം നന്നായി പോകണമെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തി വേണം മുന്നോട്ട് പോകാനെന്ന് ജയിലിലെ സൂപ്രണ്ട് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് ജയിലിലേക്ക് കയറിയ മല്ലികയെ സഹ തടവുകാർ കൈകാര്യം ചെയ്യുന്നു. അപ്രതീക്ഷിതമായ അവരുടെ ആക്രമണത്തിൽ മല്ലിക ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് തക്ക സമയത്ത് ജയിൽ വാർഡൻ വന്ന് രക്ഷിച്ചതിനെ തുടർന്ന് മല്ലികയ്ക്ക് തന്റെ ജീവൻ തിരികെ ലഭിക്കുന്നു. ഇതേ തുടർന്ന് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം വാർഡൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഷാജിയെയും അനന്തനെയും സോനയെയും ചെന്ന് കാണുന്ന അഞ്ജന കാര്യങ്ങളെല്ലാം എന്തായി എന്ന് ചോദിച്ചതിനെ തുടർന്ന് മുത്തു അന്ന് വാടകയ്ക്ക് ലോറി എടുത്തു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും, പക്ഷേ മുത്തു ഓടിച്ച ലോറി തന്നെയാണോ ആക്സിഡന്റിൽ പെട്ടത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും മുത്തുവിനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള കാര്യവും അവർ അഞ്ജനയോട് പറയുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും എവിടെയാണ് അന്വേഷണം തുടങ്ങേണ്ടത് എന്നും അറിയാതെ അവർ നിന്നതിനെ തുടർന്ന് സോനയെ ഞെട്ടിച്ചുകൊണ്ട് സോനയ്ക്ക് ഫോൺ കോൾ എത്തുകയും സോനയുടെ പ്രൊഫസർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സോന ഒരു സന്തോഷ വാർത്തയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഫോറൻസിക് റിപ്പോർട്ട് വന്നുവെന്നും കൈയക്ഷരങ്ങൾ മിസ്മാച്ച് ആണ് എന്നുള്ള കാര്യം അഞ്ജനയെ അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് അഞ്ജനയെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് നമ്മളാരും അറിയാത്ത ഒരാൾ കൂടി ഈ കഥയിലുണ്ട് എന്നുള്ള കാര്യം അഞ്ജന വ്യക്തമാക്കുകയും ഇവിടെ നിന്ന് വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ഭാസ്കരനെയും രാജീവിനെയും രക്ഷിക്കുന്നതിനു വേണ്ടി മേനോൻ വക്കീലിനെ ചെന്ന് കാണുന്ന പ്രതിഭ കാര്യങ്ങൾ പറയുന്നുവെങ്കിലും അവരെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നും നമുക്ക് പോലീസിന് അനുകൂലമായ നിലപാട് മാത്രമാണ് എടുക്കാൻ സാധിക്കുക എന്ന് വ്യക്തമാക്കുന്ന മേനോൻ പ്രതിഭയെ പറഞ്ഞുവിടുന്നു. എന്നാൽ ഇതേ സമയം അഞ്ജന കമ്മീഷണറെ കാണുന്നതിനായി ചെല്ലുന്നു. കമ്മീഷണറെ ചെന്ന് കാണുന്ന അഞ്ജന ചാർജ് ഷീറ്റിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും തന്റെ മനസ്സിലുള്ള കുറച്ച് സംശയം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. മല്ലികയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അപഹരിക്കുന്നതിന് ശ്രമിച്ചുവെന്നും മറ്റൊന്ന് പ്രതാപിനെ കൊണ്ട് കൃഷ്ണദാസിനെ കൊല്ലുന്നതിനായി ശ്രമിച്ചു എന്നുള്ള കാര്യവും കൊണ്ടാണ് എന്നും, പക്ഷേ ഇതിനെല്ലാം തെളിവായി കാണിക്കുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ആണ് എന്നും, എന്നാൽ ഈ ലെറ്റേഴ്സിലെ കൈയക്ഷരം മിസ്മാച്ച് ആവുകയാണ് എങ്കിൽ കേസ് തള്ളിപ്പോകില്ലേ എന്നും ചോദിക്കുന്ന അഞ്ജന മിസ്മാച്ച് ആണ് എന്നുള്ളതിന് തെളിവുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം കമ്മീഷണറെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.